നമ്മളിപ്പോൾ ഇതാണ്ട ഓ കിട്ടില്ല. നിന്നെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെ. സൂപ്പർ. എത്ര പേരാണെന്നറിയാം. ഇപ്പോൾ നമ്മുടെ ഈ റിട്ടേൺ ബോട്ട് അവിടെ എത്തണം. ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോട്ടലിൻ്റെ അവിടെ പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ബോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഇവർ എത്രത്തോളം വീഡിയോ ഫോട്ടോ അവർ നമ്മൾ എടുത്തു എന്നുള്ളത് ഇനിയിപ്പോൾ കാണാനുണ്ട്. സീ വാട്ടറിന് എന്തായാലും ഒരു ഫോട്ടോ എടുക്കുന്നത് കണ്ടു. മറ്റേ സ്കൈ എന്ന പാരാഗ്ലൈഡിങ്ങിനൊന്നും എടുത്തിട്ടില്ല. കാരണം അതിന് നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയില്ല. നമ്മുടെ ചില വ്യൂ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതിനൊക്കെ ക്യൂട്ട്. കണ്ടവരും ചെറിയ നായിനെയും കൊണ്ടിട്ട് വന്നിരിക്കുന്നു. ഒരുപാട് ഇന്ത്യൻസ് മലയാളീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കിടിലൻ തന്നെ. അത് ഇപ്പോൾ അധികം ചൂടില്ല ഇവിടെ. നല്ല വെയിലിൻ്റെ സമയത്ത് തന്നെയാണ്. നമ്മളെ തിരമാലിൻ്റെ ഒരു ഇതിൻ്റെ അതിൽ അതിശക്തമായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. മൊബൈൽ എടുക്കുന്നത് റിസ്ക്കാണ്. നോക്കാം എത്രത്തോളം എടുക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ആ സൈഡ് എവിടെയും വെക്കണം. വെള്ളത്തിൽ 2 രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഈവൺ ഐഫോൺ ആണെങ്കിൽ തന്നെയും നമ്മൾ റിസ്ക് എടുക്കണ്ട. ഓ അതാ മീൻ 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 നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല.
കിടിലൻ തന്നെയാണ്. അണ്ടർ വാട്ടർ കിടിലായിരുന്നു. സൂപ്പർ. അതിൻ്റെ മുകളിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് മൊബൈൽ ഇവിടെ വെച്ചിട്ട് വരാം, ഒന്ന് കറക്റ്റായിട്ട് സ്വിം ചെയ്തൊക്കെ വരാം. ഓക്കെ, ഇതാണ് കോറൽ ഐലൻഡിലെ കാഴ്ചകൾ. നമ്മളിത് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ബീച്ചിൽ കുളിക്കാൻ പറ്റി, വാക്കിങ് ചെയ്യാൻ പറ്റി. എക്സ്പ്ലോറിങ് ടൈം കിട്ടിയിട്ടില്ല, കാരണം ജസ്റ്റ് 4 hours ഉള്ളൂ. പാരാഗ്ലൈഡിങ്ങും പറ്റി. അപ്പോൾ ഒരുപാട് ഇതുണ്ട്. പക്ഷേ നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ അതിൻ്റെ കണക്ക് ടൈമിങ്ങിൽ അവർ ആവുള്ളൂ. ആ ടൈമിങ് സ്ട്രിക്റ്റാണ് അവർ. ബാക്കി നമ്മൾ സ്വന്തമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ, എത്രത്തോളം സ്വന്തമായിട്ട് വന്നാൽ തന്നെയും ഇവരുടെ ടിക്കറ്റ് എന്തായാലും എടുത്തിട്ടില്ല ഇങ്ങോട്ട് വരാൻ പറ്റും, അല്ലാതെ പേഴ്സണലായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിൽ നമുക്ക് നിൽക്കാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ബോട്ട് യാത്രയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കുറച്ചുകൂടി കാഴ്ചകൾ കാണാം, ബീച്ച് ബോട്ടിൻ്റെയും ബീച്ചിൻ്റെയും ഒക്കെ. എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ ഡേ ഒക്കെ. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് പിന്നെ അടുത്ത ദിവസത്തേക്കോ അങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ കിട്ടും നമുക്ക്. പക്ഷേ കഴിയുന്നത്ര ഒന്നും ഇല്ല, ഇത് തന്നെയാണ്. കുറേ നേരം ബീച്ചിൽ കുളിക്കണം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഓക്കെ. എല്ലാ ആക്ടിവിറ്റീസ് ആകെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളത് സീ വാക്കിങ്ങും ബോട്ടിങ് പിന്നെ ജെറ്റ് സ്കൈ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ബനാന റൈഡ് ഓക്കെ, ബാക്കിയൊന്നുമില്ല. ബാക്കി ബീച്ചിലിതും നല്ല വെയിലാണ്. ഓക്കെ, നമ്മുടെ ക്യൂവിൽ നിൽക്കുകയാണ് ബോട്ട്, വന്നിട്ട് അതിൽ കയറും. പിന്നെ വേറൊന്നുണ്ട്, കൂടുതൽ സമയം ഇവിടെ ചിലവാക്കണമെങ്കിൽ നമുക്ക് സീ വാട്ടർ ആ ഗെയിം ഒഴിവാക്കാം. അവർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്യാം, കോറൽ ഐലൻഡിലേക്ക്. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് സമയം കിട്ടും. പക്ഷെ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടത് ഓപ്ഷൻസ് അറിയത്തില്ല. സ്റ്റേ ചെയ്തായിരിക്കും നമുക്ക് ഫുൾ ഡേ കിട്ടാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത മീൽസ് ഉണ്ട്. ആ മീൽസും കഴിഞ്ഞാൽ ഈ ഫുൾ പാക്കേജ് കഴിയും. ഇത് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ പട്ടായ ബീച്ച്. ഇവിടെ നിന്നാണ് എല്ലാ സ്റ്റാർട്ടിങ് പോയിന്റ്. നേരിട്ട് ബുക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് എനിക്കറിയത്തില്ല, ഞങ്ങൾക്കെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. നമ്മളിനി മീൽസും കൂടി നോക്കിയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. ഒന്ന് മീൽസിന് വേണ്ടി ഹോട്ടലിലേക്ക് ഇവർ കൊണ്ടുപോവാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഡ്രോപ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് റൂമിൽ ഡ്രോപ്പ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം മീൽസ് കഴിഞ്ഞിട്ടാണ്